ഇന്നും പലരുടെയും ചിന്ത ദശാംശം കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കാമെന്ന. എന്തോ ഈ ദശാംശം? 10-1. ഞാനിപ്പം മാത്യുവിനോട് പറയുകയാണെന്ന് വെച്ചു, മാത്യു ഒരു 10,000 രൂപ എനിക്ക് താ. മാത്യു എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, ഞാനെന്തിനാ വെറുതെ അച്ഛന് 10,000 രൂപ തരുന്നത്? വെറുതെ ഒന്നും വേണ്ട, 10,000 രൂപ എനിക്ക് തരുമെങ്കിൽ അതിൽ നിന്ന് 1,000 രൂപ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ദശാംശം. പിന്നെ ഈ ദശാംശത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു പ്രശ്നം, നമ്മുടെ മനസ്സിൽ 10-1 ദൈവത്തിൻ്റെ, ബാക്കിയുള്ള 90% അത് നമ്മളെയാണെന്നാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കാമെന്നാണ് പലരുടെയും ചിന്ത. 100% ആരുടേതാണ്? ദൈവത്തിൻ്റെയാണ്. ദൈവത്തിന് സന്തോഷത്തോടെ കൊടുക്കുന്നത് കർത്താവ് സ്നേഹിക്കുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട. ബാക്കിയുള്ള 90% എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതും വലിയ അപകടമാണ്. മുഴുവനും ദൈവത്തിൻ്റെയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോ കാറ് വാങ്ങിക്കുന്നതിനോ വീട് പണിയുന്നതിനോ ഒക്കെ ഉപയോഗിച്ച് അത് ദൈവത്തോട് ചോദിച്ചിട്ട് വേണം. കാര്യം ആരുടെ പൈസയാണ്? നിങ്ങളുടെ പൈസയല്ല, ദൈവത്തിൻ്റെ വകയാണ്.